എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപ വർദ്ധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും യേശു കർത്താവ് അനുദിനം വർദ്ധിപ്പിക്കട്ടെ. അതായത് നമ്മൾ പുതിയ വർഷങ്ങൾ പഴയ കാര്യം ചെയ്യാൻ തന്നെയാണോ കാത്തിരിക്കുന്നത്? എല്ലാ വർഷവും ചെയ്യുന്ന കാര്യം തന്നെ ചെയ്യാനാണോ ഇനി വരാൻ പോകുന്ന 2026? പുതിയ വർഷം പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കിപ്പോഴേ പദ്ധതിയിടാം. ഈ വർഷം ചെയ്തത് തന്നെ ചെയ്യാനാണെങ്കിൽ എന്തിനാണ് പുതിയ വർഷം? നമ്മുടെ ദൈവം പുതിയതിൻ്റെ ദൈവമാണ്. പാഴുശൂന്യമായ ഭൂമിയെ നോക്കിയിട്ട് കർത്താവ് പുതിയതൊന്ന് ചെയ്തു. അവിടെ വെളിച്ചമുണ്ടാക്കി, മനോഹരമാക്കി, ജീവജാലങ്ങളെ ഉണ്ടാക്കി, വെള്ളത്തെ വേർതിരിച്ചു, ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചു, രാത്രി വാഴാനും പകൽ വാഴാനും സൂര്യന് ചന്ദ്രന്മാരെ വെച്ചു, മനുഷ്യൻ എന്ന ഈ ഭൂമിയിലെ അധികാരിയെ ഉണ്ടാക്കി, അത് സ്വന്തം സാദൃശ്യത്തിലുണ്ടാക്കി. എല്ലാം ദൈവം പുതിയത് ചെയ്യുന്ന ദൈവമാണ്. എന്നാൽ പിശാച് മനുഷ്യനെ വഞ്ചിച്ച് പഴഞ്ചനാക്കി കളഞ്ഞു. അവൻ്റെ ജീവിതം പഴയതാക്കി കളഞ്ഞു. ഒരു പുതിയത് കാണാൻ കഴിയാത്ത നിലയിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായമായപ്പോൾ അവൻ പഴഞ്ചനായി മാറി. എന്നാൽ യേശു കർത്താവ് വന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമം. യേശുവിൻ്റെ പുതിയ നിയമ രക്തത്തിൻ്റെ കീഴെയുള്ള എല്ലാവരും പുതുമകളുള്ളവരായിരിക്കും, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും, പുതിയ ചിന്താഗതിയായിരിക്കും, പുതിയ തുടക്കങ്ങൾ കുറിക്കുന്നവരായിരിക്കും. പഴഞ്ചൻ പരിപാടി കളഞ്ഞേച്ച് ഒരു പുതിയ തുടക്കമുണ്ടാക്കുക. പ്രായമൊക്കെ കൂടട്ടെ, അത് നമ്മൾ ഇതൊന്നും നോക്കണ്ട. ഈ പ്രായമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൂടിയ വർഷങ്ങളുടെ കണക്കാണ്. നമ്മൾ ആ കണക്കിനെ നോക്കണ്ട. 75ആയി, 80ആയി, 30ആയി, 31ആയി, ഇത് നോക്കണ്ട. നമുക്ക് കിട്ടുന്ന ഓരോ വർഷവും പുതിയത് ചെയ്യുക. നമ്മൾ ഈ പ്രായത്തിൻ്റെ കണക്ക് നോക്കിയിരിക്കാതെ നമ്മൾ നമ്മുടെ യൗവന പ്രായത്തിലേക്ക് തിരിച്ചു വരിക, പുതിയതിലേക്ക് തിരിക്കുക. നമ്മെ തന്നെ എപ്പോഴും കഴുകനെ പോലെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും പുതുതാക്കുക. എല്ലാം പുതിയതായിരിക്കണം. ഈ വർഷം ചെയ്തത് തന്നെ വരുന്ന വർഷം ചെയ്യാതെ എല്ലാം മാറ്റുക, അപ്ഗ്രേഡ് ചെയ്യുക, നമ്മുടെ ജീവിതത്തെ തന്നെ പുതുക്കുക. കർത്താവ് അതിനുള്ള എല്ലാവിധ കൃപകളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. തരട്ടെ എന്നല്ല, നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുക. ദൈവവചനം വായിച്ച്, വിശ്വാസം പറഞ്ഞ്, പുതിയ പ്ലാനുകൾ ആവിഷ്കരിച്ച് പുതിയ വർഷത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലെ ഓരോ വാക്യങ്ങൾ വായിച്ച് നമ്മളിങ്ങനെ പോകുന്നു. ചില സമയത്ത് 5-10 വാക്യങ്ങൾ വായിക്കും. അതൊക്കെ ഓരോ ദൈവാത്മാവിൻ്റെ ഫ്ലോ പോലെ ചെയ്യുന്നു. കർത്താവ് നമ്മോട് ഇനിയും ഈ ഭാഗങ്ങളിലൂടെ സംസാരിക്കട്ടെ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 12-ന്റെ 1 തൊട്ട് 9 വരെയും വായിച്ചു. പത്രോസിനെ ഒരു ദൈവദൂതൻ ചെന്ന് ജയിലിൽ നിന്ന് 3 വാതിലുകൾ തുറന്ന് ചങ്ങലകൾ അഴിച്ച് ദൂതൻ വെളിയിൽ കൊണ്ടുവരുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. 10-ാം വാക്യത്തിൽ, അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ, അവിടെയും കാവൽക്കാരുണ്ട്. ഓരോ വാതിൽക്കലും കാവൽക്കാരുണ്ട്. എന്നാൽ ഈ കാവൽക്കാർക്ക് ഈ ദൈവദൂതനെയും കാണാൻ കഴിയുന്നില്ല, പത്രോസിനെയും കാണാൻ കഴിയുന്നില്ല. ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, ശത്രുക്കളുടെ കയ്യിൽ നിന്ന്, നിന്നെ നശിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്ന്, നിന്നെ ബന്ധിക്കുന്നവരുടെ കയ്യിൽ നിന്ന്, നിന്നെ കൊല്ലുമെന്ന് പറയുന്നവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ദൈവം ഒരൊറ്റ ദൂതനെ അയച്ചാൽ മതി, വിഷയങ്ങളുടെ മേലൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. വെന്റിലേറ്ററിലും ഇറങ്ങിച്ചെല്ലും, ICUവിലും ഇറങ്ങിച്ചെല്ലും. മക്കൾ വിദേശത്ത് പഠിക്കുന്നു, അവിടെ പോകാൻ മാതാപിതാക്കൾക്ക് വിസയുമില്ല, സാഹചര്യവും പണവുമില്ല. വേണ്ട, ഒരു ദൂതനെ അവിടെ ഇറക്കാൻ കഴിയുന്ന പരിപാടിയാണ് പ്രാർത്ഥന. അത് എത്ര പ്രശ്നത്തിന് നടുവിലും ദൈവദൂതന്മാർ അവിടെ കാര്യങ്ങൾ ചെന്ന് ചെയ്തിരിക്കും. അത് നമ്മൾ പഠിക്കണം.
ഓരോ കാര്യങ്ങൾ അതുപോലെ ദൈവമായിട്ട് ചെയ്യും. നമുക്ക് കർത്താവിൽ കൂടുതൽ വിശ്വസിക്കാൻ, കർത്താവിൽ ആശ്രയിക്കാൻ പഠിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും കർത്താവ് നമ്മെ സഹായിക്കാൻ മതിയായവനാണ്. ചെറിയ വ്യക്തികളെ കൊണ്ട് പോലും നമ്മുടെ കാര്യങ്ങൾക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ കാക്കയെ അയച്ച് ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം ഇന്നും ജീവനുള്ള ദൈവമാണ്. കർത്താവിനെ ആശ്രയിക്കാം, കർത്താവിൽ ബലപ്പെടാം. അടുത്തത്, അവർ ഇരുമ്പുവാതുക്കൽ, പട്ടണത്തോ ചെല്ലുന്ന ആ ഇരുമ്പുവാതുക്കൽ എത്തി. അതും അവർക്ക് സ്വതവേ തുറന്നു. ഒന്നും ചെയ്തില്ല, വെറുതെ തുറന്നു പോകുന്നു. ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഒരു താക്കോലൊന്നും കൊണ്ടുവന്നില്ല. ദൂതൻ ആ പട്ടാളക്കാരുടെ, ജയിലധികാരിയുടെ അരയിൽ കിടക്കുന്ന താക്കോല് മോഷ്ടിച്ച് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ആരടച്ചാലും, മനുഷ്യരെങ്ങനെയെല്ലാം അടച്ചാലും അതൊക്കെ തുറക്കാൻ ദൈവത്തിന് താക്കോല് പോലും വേണ്ട. ഒരൊറ്റ ദൂതൻ വന്ന വെറുതെ ആ ദൂതന്റെ മുമ്പിൽ ഇതെല്ലാം തുറന്നു പോകും. അതാണ് നമ്മൾ വായിക്കുന്ന ഈ ചരിത്രം. ഇതൊക്കെ ഇപ്പോഴും സംഭവിക്കുന്ന ചരിത്രങ്ങളാണ്. പിന്നീട് നമ്മൾ വായിക്കുന്നു, അതും അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഒരു റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി ഒരു തെരുവ് കടന്നു. കുറേ ഭാഗങ്ങൾ കടന്നു. ജയിലിൽ നിന്ന് കുറേ ദൂരം പോയി. ആ തെരുവ് കടന്നപ്പോൾ ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ഞാൻ പോവുകയാണ്, നീ പേടിക്കേണ്ടെന്നൊന്നും പറഞ്ഞില്ല. ദൂതന്മാർ ജോലി കഴിഞ്ഞാൽ പിന്നെ തലയും ചൊറിഞ്ഞ് കഥയും പറഞ്ഞ് ക്രെഡിറ്റ് കിട്ടാൻ, താങ്ക്സ് ഒക്കെ കേൾക്കാനൊന്നും നിൽക്കില്ല. അവർ പോവും. അവർക്ക് ആരും താങ്ക്സ് ഒന്നും വേണ്ട. നമുക്കാണ് നമ്മളാരെങ്കിലൊക്കെ സഹായിച്ചാൽ നന്ദി പറയണം, വേണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദൂതനും ആരുടെയും നന്ദിയും വേണ്ട, ഒന്നും വേണ്ട. ദൈവം ഏൽപ്പിച്ച് ജോലി കഴിഞ്ഞാൽ ഉടനെ സ്റ്റാൻഡ് വിട്ടു. ഒരു തെരുവ് കടന്ന് അവിടെ എത്തിയപ്പോൾ ഉടനെ ദൂതൻ അവനെ വിട്ട് പോയി. ഈ ദൂതൻ ചെയ്തത് നമ്മളും പ്രാക്ടീസ് ചെയ്യണം. ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി കയറി, ഷണ്ണൻ സ്നാനപ്പെട്ട് കയറി. അതാണ് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം. ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. സ്വോത്രകാഴ്ച മേടിക്കാനോ അദ്ദേഹത്തിൻ്റെ ഷണ്ണൻ്റെ നമ്പറോ വാട്സാപ്പ് നമ്പറോ മേടിക്കാനോ ഒന്നും നിർത്തിയില്ല. ആരാണ്, എന്താണ്, എവിടെയാണെന്ന് ചോദിക്കാൻ പോലും. പിന്നീട് ഷണ്ണൻ ഓർക്കുന്നത്, ഒരു ഗിഫ്റ്റ് പോലും കൊടുക്കാൻ പറ്റിയില്ലല്ലോ, വേണ്ട. ഫിലിപ്പോസിനെ ദൈവം അതൊന്നും അനുവദിച്ചില്ല. മന്ത്രിയുടെ ഈ തേരിനകത്ത് വളരെ വിലപിടിപ്പുള്ള സ്വർണങ്ങൾ, നാണയങ്ങൾ, വിലയേറിയ പല ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്, സമ്പത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു യെരുശലേം യാത്ര കഴിഞ്ഞ് പോകുന്നതാണ്. ഒത്തിരി സമ്പാദ്യങ്ങളുള്ളവനാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ 4 പെൺപിള്ളേരില്ല, അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും വേണ്ട. ദൈവം നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊന്നും നമ്മെ ചിന്തിക്കാൻ പോലും അനുവദിക്കാതെ മാറ്റിക്കളയും. അവർ വിചാരിച്ചിരുന്നെങ്കിൽ, നമ്മളവരെ എത്രയും സഹായിച്ചില്ല, അവരൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ. ചില സമയത്ത് ഒരു ഷണ്ണനും നമ്മളെ വിചാരിക്കില്ല. അതിനു മുമ്പേ കർത്താവ് ആ രംഗത്ത് നിന്ന് നമ്മളെ മാറ്റിക്കളയും. നമ്മളവിടെ തലചൊറിഞ്ഞ് നിൽക്കാൻ ദൈവം അനുവദിക്കില്ല. കാരണം ഷണ്ണനേക്കാൾ എത്രയോ വിലയേറിയവനാണ് ഫിലിപ്പോസ്. ഒരു തെരുവ് കഴിഞ്ഞപ്പോൾ ദൂതൻ സ്ഥലം വിട്ടു. സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് പിന്നെ അവിടെയില്ല. 42 കിലോമീറ്ററോളം അകലെ അസ്തോദിൽ കണ്ടു എന്നാണ്. ദൈവം വേഗതയുടെ ദൈവമാണ്. ദൈവം ആരുടെ മുമ്പിൽ തലകുനിക്കാൻ അനുവദിക്കാത്ത ദൈവമാണ്. ദൈവം മാന്യതകളുടെ ദൈവമാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകണം. ആ ദൈവദൂതനെ പോലെ, ആ ഫിലിപ്പോസിനെ പോലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉടനെ ആരുടെ മാന്യതയ്ക്കോ പ്രശംസയ്ക്കോ ഒന്നും നിൽക്കാൻ ഇടയാകാതെ സ്ഥലം വിടുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പലരെയും ബഹുമാനിച്ചില്ലെങ്കിൽ, വേണ്ട രീതിയിൽ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ വഴക്കുണ്ടാക്കും. ചില കല്യാണത്തിന് പ്രിയ അച്ചായൻ ഇവിടെ ഇരിപ്പുണ്ട്, പ്രിയ വിലപ്പെട്ട ദൈവദാസൻ ഇവിടെയുണ്ട്, ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിണങ്ങിപ്പോയി കളയും. ഭക്ഷണം പോലും കഴിക്കാതെ. പിന്നെ അവർക്കെല്ലാം ആശംസയ്ക്ക് സമയം കൊടുക്കണം. ഒരിക്കലൊരു കല്യാണം നടക്കുമ്പോൾ
ഭയങ്കര വഴക്ക്. ഇവിടെ കല്യാണം, വെളിയിൽ ഭയങ്കര വഴക്ക്. എന്താ? അവരുടെ പാസ്റ്റർ വന്ന് ആൾക്കൂട്ടത്തിലിരുന്നു എന്ന കാരണം സ്റ്റേജിൽ കയറ്റിയില്ല. അപ്പം ഞാനന്ന് പ്രധാന പ്രസംഗകനായി ചെന്നിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് മാത്രമേ പ്രസംഗമുള്ളൂ. ഒരു പാസ്റ്ററുണ്ട്, ആ പാസ്റ്റർ കല്യാണം നടത്തുന്നു. ഒരു പാസ്റ്ററിന്റെ കുഞ്ഞിന്റെ കല്യാണമാണ്. എന്താ സംഭവിച്ചതെന്നറിയാമോ? എൻ്റെ പ്രസംഗം എനിക്കൊരു അരമണിക്കൂറാണ് തന്നത്. അത് കഴിഞ്ഞപ്പോൾ ഈ ആൾക്കൂട്ടത്തിലെ ദൈവദാസനെ പിടിച്ച് ഇവരെല്ലാവരും കൂടി സ്റ്റേജിൽ കൊണ്ടുവന്നു. അങ്ങേര് പിന്നെ 1 മണിക്കൂറോളം അവിടെ ഒരു പ്രസംഗം. വഴക്കിട്ടിരിക്കുകയാണ്. സ്റ്റേജിൽ ആദ്യം വന്നില്ല. അന്ന് അങ്ങേർക്ക് പ്രസംഗിക്കാൻ കൊടുത്തില്ലെങ്കിൽ, അങ്ങേരെ ഓണർ ചെയ്തില്ലെങ്കിൽ അന്നവിടെ വഴക്കാണ്. എന്തൊരു ലോകമാണ്! പ്രാർത്ഥനയുടെ യേശു ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നടക്കുന്ന വഴക്കിന് കയ്യും കണക്കും. എനിക്ക് നാണമായിപ്പോയി, എനിക്ക് പോകണ്ടെന്നായിപ്പോയി. നമുക്ക് വീട്ടിലിരുന്നൂടെ? മീറ്റിംഗ് കഴിയുക, ആരുടെയും പ്രശംസയ്ക്കും ബഹുമാനപ്പെട്ട എന്തിനതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത്? ആരുടെയും പ്രശംസയ്ക്ക് ആവശ്യമില്ല. പത്രോസിൻ്റെ താങ്ക്സിനൊന്നും ദൂതന് താല്പര്യമില്ല. നമ്മളീ പറയുന്ന ഓരോ ദിവസവും കേൾക്കുന്നതിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കണം. ആരുടെയും പ്രശംസ നമുക്ക് വേണ്ട. നമ്മെ കർത്താവ് പ്രശംസിച്ചില്ലെങ്കിൽ ഈ മനുഷ്യരുടെയൊക്കെ പ്രശംസ വെറുതെയാണ്. ഇന്ന് നമ്മളെ അഭിനന്ദിക്കുന്നവർ നാളെ നമ്മെ തറയിലെടുത്തിട്ടടിക്കും. ആരെങ്കിലും നിങ്ങളെ വലിയ പൊങ്ങച്ചത്തിൽ ഇങ്ങനെ വലിയ ചായ മാമേ എന്നൊക്കെ വിളിക്കുന്നുണ്ടോ? അവരായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ പണി തരാൻ പോകുന്നത്. ഇതൊക്കെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് വേല കഴിക്കുക, സ്റ്റാൻഡ് വിട്ടു പോവുക. പണ്ട് പാസ്റ്റർ KC ജോൺ പറഞ്ഞതുപോലെ ഒരാളെ പരിചയപ്പെടുത്തുന്നതാണ്. വിദേശത്തും സ്വദേശത്തും വളരെ തിരക്കുകളുടെ നടുവിലുള്ള പാവപ്പെട്ട ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാസൻ ഇപ്പോൾ പ്രസംഗിക്കുമെന്ന്. പാവപ്പെട്ട ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാസനായി മാറി. ദൈവത്തെക്കാൾ വലിയ പദവിയിലാണ് ഇവരെല്ലാം വന്ന് കയറിയിരിക്കുന്നത്. എന്തെല്ലാം ഈ ഇടുങ്ങിയ അവസ്ഥകളാണ് ഇന്ന് ആത്മീക കോളത്തിലുള്ളത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് പുറത്തു വരണം. നിങ്ങളൊരു ശുശ്രൂഷ കഴിഞ്ഞാൽ അവിടുന്ന് പോകണം. നിങ്ങളവിടെ ആരുടെയും മാന്യതയ്ക്ക് വേണ്ടി നന്ദി പറയുന്ന സമയം വരെയും കാത്തു നിൽക്കണം. നിങ്ങളവിടുന്ന് ഇറങ്ങിപ്പോകണം. നിങ്ങളതിലൊന്നും നിൽക്കണ്ട. സമയം കഴിഞ്ഞാൽ സ്റ്റാൻഡ് വിട്ട് പോകണം. ഈ ദൂതനെ പോലെ, ഫിലിപ്പോസിനെ പോലെ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് ആരുടെയും പ്രശംസയ്ക്ക് വേണ്ടി നിൽക്കാതെ സ്ഥലം വിടുക. ഇന്നത്തെ സന്ദേശം അതാണ്. ഒരു വലിയ കാര്യം ചെയ്തിട്ട് സ്ഥലം വിട്ടുപോയി. ഫിലിപ്പോസ് ഒരു വലിയ കാര്യം ചെയ്തിട്ട് സ്ഥലം വിട്ടുപോയി. കർത്താവ് ഈ ഭൂമിയിൽ വന്ന് വൻ കാര്യങ്ങൾ ചെയ്തിട്ട് നേരെ ഉയരത്തിലേക്ക് പോയി. വലിയ കാര്യങ്ങൾ ചെയ്യുക. ആ അധ്യായത്തിൽ തന്നെയുണ്ട്. മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി പൊങ്ങി പൊങ്ങി വന്ന ഒരാളെ ദൂതൻ അടിച്ചതും അതേ അധ്യായത്തിലുണ്ട്. അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല, മഹത്വം മുഴുവൻ അവനെടുത്തു. ദൈവത്തിന് കിട്ടേണ്ട മഹത്വം ഒരിക്കലും നമ്മൾ എടുക്കരുത്. അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. ആ ദൂതൻ തെരുവ് കടന്ന ശേഷം ജോലി തീർത്തു. ഒറ്റ അപ്രത്യക്ഷത. അതുപോലെ നമുക്ക് നമ്മുടെ വേല തികച്ചിട്ട് ഏലിയാവിനെ പോലെ ആയിരിക്കണം. ഒരു കൊടുങ്കാറ്റ് പോലെ വന്നിട്ട് ഒരു ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടു. വരിക, പോവുക. മറ്റുള്ളവരുടെ പ്രശംസയും വേണ്ട, ആരുടെ അഭിനന്ദനവും വേണ്ട. ഇതൊക്കെ കാത്തിരിക്കുന്നവരാണ് ഈ വഴക്കുണ്ടാക്കുന്നത്. ഭാര്യമാർ വീട്ടിൽ വഴക്കുണ്ടാക്കും. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളൊരു നന്ദി പറഞ്ഞോ? എടീ, ഞാൻ നിനക്കൊരു ചുരിദാർ മേടിച്ച് തന്നിട്ട് നീ ഒരു നല്ല വാക്ക് പറഞ്ഞോ? മറ്റുള്ളവരിൽ നിന്ന് നല്ല വാക്ക് കേൾക്കാനുള്ള ഈ വ്യഗ്രത അങ്ങോട്ട് കളയുക. നല്ലത് പ്രതീക്ഷിക്കണ്ട. അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നില്ലേ? ആരെങ്കിലും അഭിനന്ദിച്ചാൽ പോലും നമ്മളതിനെ അതിന് മറുപടി പോലും പറയാതിരുന്നാൽ നല്ലത്. കാരണം എപ്പോഴും അഭിനന്ദനം കിട്ടിയില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഈ ദൂതനെ പോലെ ആകട്ടെ, ഫിലിപ്പോസിനെ പോലെ ആകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ,
വലിയ കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തിട്ട്, ആർക്കും ചെയ്യാൻ കഴിയാത്ത വലിയ ദൈവപ്രവർത്തികൾ ചെയ്തിട്ട് അഭിനന്ദനങ്ങളൊന്നും സ്വീകരിക്കാതെ മുഴുവൻ മഹത്വവും കർത്താവിന് തന്നുകൊണ്ട് സ്ഥലം വിടുന്ന ഒരു നല്ല ആത്മീക പ്രകൃതം, ഈ ദൈവദൂതനിൽ നിന്ന് പഠിക്കുന്ന ഈ നല്ല പ്രകൃതം ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ. ഫിലിപ്പോസിനെ പോലെ അവിടുന്ന് ഞങ്ങളെ അഭിനന്ദനത്തിൻ്റെ സ്ഥലങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകണമേ. ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ മാനിച്ചില്ല എന്ന കാരണത്താൽ പിണങ്ങിയിരിക്കുന്നതെല്ലാം മാറിപ്പോകട്ടെ. അങ്ങനെയുള്ള ദൈവദാസന്മാരെല്ലാം മാനസാന്തരപ്പെടട്ടെ. ഇത് കേൾക്കുന്ന വീടുകളിലെല്ലാം അഭിനന്ദനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പരിപാടി നിർത്തട്ടെ. ചെയ്തിട്ട് ദാസൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന യേശു പറഞ്ഞ ഉപമ പോലെ ഞങ്ങൾക്കായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കേൾക്കുന്നവർക്കെല്ലാം ഇതൊരു കൃപയായി വ്യാപരിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീസസ് എവരിഡേ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന പ്രാക്ടിക്കൽ കാര്യമാണെന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യണം. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന വ്യാഴാഴ്ചയാണ്. നാളെ രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട്. ആകയാൽ എല്ലാവരും അത് ശ്രദ്ധിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും ജീസസ് എവരിഡേ തുടരുന്നതാണ്. ഗോഡ് ബ്ലെസ് യു.